വ്യാജ പ്രചരണങ്ങളെ നേരിടാനും തുറന്നു കാട്ടാനും ഇപ്പോൾ അധിക സമയമൊന്നും വേണ്ട. നിമിഷങ്ങൾ കൊണ്ട് തന്നെ ഇതൊക്കെ എക്സ്പോസ് ചെയ്യപ്പെടും. അതിന് പിന്നിൽ പിന്തുണ ആരെങ്കിലും നൽകുന്നുണ്ടെങ്കിൽ അവർ അതിന് വെച്ചിരിക്കുന്ന വെള്ളം അങ്ങ് വാങ്ങിവെച്ചാൽ മതി എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. വെൽക്കം ബാക്ക്. നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ലോക്സഭ തെരഞ്ഞെടുപ്പിനെ പറ്റിയിട്ടാണ്. അതിൽ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 20 മണ്ഡലങ്ങളിലായിട്ട് മത്സരിക്കുന്നുണ്ട് ആളുകൾ. അവിടെ മത്സരിക്കുന്ന അവരവരുടെ പാർട്ടിയിൽപ്പെട്ട അവരവരുടെ ആളുകളിൽപ്പെട്ട ആളുകളെ വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാ പ്രവർത്തകരും എല്ലാ അണികളും അതിശക്തമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൽ ത്രികോണ മത്സരങ്ങൾ വരെ നടക്കുന്ന സ്ഥലങ്ങളുണ്ട് നമ്മുടെ ഈ 20 മണ്ഡലങ്ങളിൽ. ഒന്ന് തൃശ്ശൂര്, ആറ്റിങ്ങൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ത്രികോണ മത്സരങ്ങൾ അതിശക്തമായ മത്സരാർത്ഥികളാണ് 3 പേരും. അതായത് LDF-ന്റെ ആണെങ്കിലും UDF-ന്റെ ആണെങ്കിലും NDA-യുടെ ആണെങ്കിലും അതിശക്തമായ മത്സരാർത്ഥികളാണ്. പക്ഷെ അതേപോലെ തന്നെ പ്രാധാന്യപ്പെട്ട ഒരു മണ്ഡലമാണ് വടകര. വടകരയിൽ ഒരു ത്രികോണ മത്സരമൊന്നുമല്ല. വടകരയിൽ UDF-ഉം LDF-ഉം അതായത് ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലും തമ്മിലുള്ള അതിശക്തമായ മത്സരം തന്നെയാണ് ഇപ്രാവശ്യം നടക്കുന്നത്. അതില് ശൈലജ ടീച്ചർക്കെതിരെ വ്യക്തിഹത്യ നടത്തി എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പം അത് എന്താണ്, അതിലെ സത്യാവസ്ഥ എന്താണ്, അതിനെക്കുറിച്ച് വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളും മറ്റുമാണ് ഞാൻ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് എൻ്റെ മാത്രം വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഓരോ ആളുകൾക്കും ഓരോ കാര്യങ്ങളാണ്, ഓരോ തരത്തിലാണ് ഓരോ ആളുകൾ ഓരോ സംഭവങ്ങളെ നോക്കി കാണുന്നത്. ഇത് എൻ്റെ മാത്രം വ്യക്തിപരമായ അഭിപ്രായമാണ്. ഞാൻ ഇതിങ്ങനെയൊക്കെ പറയുമ്പോൾ പല രീതിയിൽ എതിർപ്പുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതായത് ഞാൻ പറയുന്നത് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ വീഡിയോ കാണേണ്ട കാര്യമില്ല, സ്കിപ്പ് ചെയ്ത് പോകാം. അപ്പം എനിക്ക് പറയാനുള്ള ഈ തർക്കത്തെ പറ്റിയും ഈ വിഷയത്തെക്കുറിച്ചും എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. ശൈലജ ടീച്ചറെ പറ്റിയിട്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ശൈലജ ടീച്ചർ നമ്മുടെ മുൻ ആരോഗ്യമന്ത്രിയാണ്. ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രി ആയിട്ടുള്ള സമയത്ത് ടീച്ചർ കേരളത്തിലെ ജനങ്ങളോട് എങ്ങനെയായിരുന്നുവെന്നും ആരോഗ്യമന്ത്രി എന്ന ഒരു പദവിയിൽ ഇരിക്കുന്ന സമയത്ത് ടീച്ചർ ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. കേരളത്തിൽ നീപ്പ എന്ന് പറയുന്ന ആ ഒരു വൈറസ് വന്നപ്പോൾ അതിശക്തമായ രീതിയിൽ കേരളത്തിലെ ജനങ്ങളുടെ കൂടെ കോഴിക്കോടാണ് അതിനെ ഏറ്റവും കൂടുതൽ ബാധിച്ചത്. തിരുവനന്തപുരത്ത് ഇരുന്ന് കസേരയിൽ ഇരുന്നിട്ട് ഫോണിൽ വിളിച്ച് ആജ്ഞാപിക്കാതെ നീപ്പ അതിഗുരുതരമായിട്ട് കോഴിക്കോട് വ്യാപകമായി പടർന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ കോഴിക്കോട് അത് ഗുരുതരാവസ്ഥയിൽ ആണ് എന്ന് അറിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് നേരെ വന്ന് കോഴിക്കോട് ജില്ലയിൽ തന്നെ ക്യാമ്പ് ചെയ്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നിറവേറ്റിയൊരു ആരോഗ്യമന്ത്രിയായിരുന്നു ശൈലജ ടീച്ചർ. കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവനും, അതായത് സ്വല്പം, അതായത് ഈ കക്ഷി രാഷ്ട്രീയം അല്ലെങ്കിൽ മതം അങ്ങനെയുള്ള ചില ഭ്രാന്തമായ ചിന്തകൾ വെച്ച് പുറത്ത് ചിന്തിക്കാതെ നമ്മുടെ നാട് നന്നാവണം, നമ്മുടെ നാട് നന്നാവണമെങ്കിൽ അതിനനുസരിച്ച് നല്ല നല്ല നേതാക്കൾ തരണം. അത് ഏത് പാർട്ടിയാണെങ്കിലും ഏത് കൊടിയുടെ നിറമോ പാർട്ടിയുടെ ഒന്നും തന്നെയല്ല, വ്യക്തികൾ നന്നാവണം, നല്ല ആളുകൾ വരണം എന്ന് ചിന്തിക്കുന്ന ആർക്കും തന്നെ ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും കേരളം കണ്ട ഏറ്റവും നല്ല ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചറാണ് എന്നുള്ളത്. കോഴിക്കോട് ജില്ലയിൽ ടീച്ചർ വന്നിട്ട് അവിടെ തന്നെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും കോഴിക്കോട് വേണ്ട എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ട പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഒക്കെ നൽകി അവസാനം ഈ രോഗത്തിനെ പ്രതിരോധിച്ച് രോഗത്തിൽ നിന്നും മുക്തി നേടി എന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി ടീച്ചർ എടുത്ത ഒരു സാഹസികതയുണ്ട്. അതൊക്കെ വളരെ വലിയ രീതിയിലാണ്. കാരണം 2 രോഗബാധിതരായ ആളുകളെ ആ രോഗത്തിൽ നിന്നും മുക്തി നേടി ക്വാറന്റൈനിൽ കഴിയുന്ന സമയത്ത് ജനങ്ങളുടെ ആ ഒരു പരിഭ്രാന്തി, അതായത് ഇനി ആ വൈറസിനെ പേടിക്കേണ്ടതില്ല, നമ്മൾ അതിനെ പ്രതിരോധിച്ചു കഴിഞ്ഞു എന്നുള്ള ആ പരിഭ്രാന്തി മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ 2 രോഗികളെ ടീച്ചർ കാണാൻ തയ്യാറാവുകയാണ്. ടീച്ചർ ഇവർ ക്വാറന്റൈൻ ചെയ്തിട്ടുള്ള ആ ഒരു ഹാളിലേക്ക് കയറി ചെല്ലാൻ നേരത്ത് പുറത്ത് തന്നെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ടീച്ചറെ. അതായത് സേഫ്റ്റി സ്യൂട്ടും മാസ്കും ഒക്കെ കൊടുത്തിട്ട് ടീച്ചറോട് പറയുന്നുണ്ട് ഇതൊക്കെ അണിഞ്ഞിട്ട് വേണം ഉള്ളിലേക്ക് പോകാൻ. അപ്പൊ ടീച്ചർ പറഞ്ഞൊരു വാക്കുണ്ട്, ഈ സംഭവങ്ങളൊക്കെ ഇതൊക്കെ മൂടിക്കെട്ടി പൊതിഞ്ഞ് കണ്ണ് മാത്രം പുറത്തിട്ടിട്ട് ഞാൻ അവരെ കാണാൻ പോയി കഴിഞ്ഞാൽ, അങ്ങനെ ഞാൻ അവരെ പോയി കണ്ടു കഴിഞ്ഞാൽ ജനങ്ങളുടെ പരിഭ്രാന്തി എങ്ങനെയാണ് മാറുക? ഞാൻ അങ്ങനെയല്ല പോകേണ്ടത്, ഞാൻ ഇതേപോലെ പോകണം. ഒരു സേഫ്റ്റിയും ഇല്ലാതെ ഒരു മാസ്ക് പോലും ധരിക്കാതെയാണ് ആ 2 രോഗബാധിതരായ രോഗത്തിൽ നിന്ന് മുക്തി നേടിയ 2 പേരെ ടീച്ചർ പോയി കണ്ടതും 20 മിനിറ്റോളം അവരുമായി സംസാരിച്ചിരുന്നതും. ആ രീതിയിലായിരുന്നു ടീച്ചറുടെ പ്രവർത്തനം. അതായത് കേരളത്തിലെ ജനങ്ങളെയൊക്കെ മക്കളെ പോലെ, സഹോദരങ്ങളെ പോലെ
ഒക്കെയാണ് ടീച്ചർ കണ്ടിട്ടുണ്ടായിരുന്നത്. അത്രയും നല്ല ഭരണമായിരുന്നു. കോവിഡ് വന്നപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. തെറ്റുകൾ സംഭവിക്കാത്തതായിട്ടുള്ള ആരും തന്നെ ഇല്ല, അല്ലേ? നമ്മുടെ നാട്ടിൽ ഇപ്പൊ കിട്ടാവുന്നത് അങ്ങനെയേ ഉള്ളൂ. തമ്മിൽ ഭേദം തൊമ്മൻ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പൂർണ്ണമായ 100% പ്യൂർ ആയിട്ടുള്ള ഒരാൾ പോലും നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ സംസാരിക്കുന്ന ഞാൻ പോലും, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും പ്യൂരിറ്റി, അതായത് 100% എന്ന് പറയാൻ ഒരാൾ തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, ഞാൻ വീണ്ടും പറയാം. ഈ രീതിയിലൊക്കെ, അതായത് ഞാൻ ഒരു കണ്ണൂരുകാരനാണ്. നമ്മുടെ കണ്ണൂരൊക്കെയുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ വന്ന് കാണണം. അവിടെയുള്ള പ്രസവ വാർഡൊക്കെ നിങ്ങൾ വന്ന് കാണണം. 80,000 തൊട്ട് 1,00,000 രൂപ വരെ ഒരു പ്രസവത്തിന് വാങ്ങിക്കുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ അതേ ഫെസിലിറ്റീസ് ആണ് അവിടെ അമ്മയും കുഞ്ഞും എന്നൊക്കെ പറയുന്ന വാർഡുകളിലൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ അല്ലാതെ ഓരോ ഹോസ്പിറ്റലിലേക്ക് കയറി ചെന്നിട്ട് അവിടെ വൃത്തിയില്ലെങ്കിൽ അതൊക്കെ ചൂണ്ടിക്കാണിച്ച് അവിടുത്തെ ജീവനക്കാരെ ശകാരിക്കുന്നതിന് രീതിയുണ്ട്. കൂടെ ചേർത്ത് നിർത്തി ശകാരിച്ചും അത് അങ്ങനെയല്ല, അതിങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ നോക്കിയും കണ്ടും ഒക്കെ എല്ലാ രീതിയിലും ജനങ്ങൾക്ക് വേണ്ടി പെരുമാറിയ ഒരു ആരോഗ്യമന്ത്രിയാണ് ശൈലജ ടീച്ചർ. പിന്നെ ടീച്ചർ ഒരു ഇടത് ചിന്താഗതിക്കാരിയാണ്. ടീച്ചറുടേതായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവും. അപ്പൊ ടീച്ചർക്ക് ശരി എന്ന് തോന്നുന്നത് ഇടത് പക്ഷ ചിന്താഗതികളോടാണ്. അതുകൊണ്ട് ടീച്ചർ ആ ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതിൽ ചിലപ്പോൾ കൊള്ളരുതാത്ത ആളുകൾ ഉണ്ടായേക്കാം, ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷെ ഒരു കാടിനകത്ത് ഒരു 10 നികൃഷ്ട ജീവികൾ ഉണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ ആ കാടിനെ മുഴുവനും തീയിട്ട് നശിപ്പിക്കുകയാണോ ചെയ്യാറ്? ആണോ? അങ്ങനെയല്ലല്ലോ. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം തെറ്റ് ഉണ്ടെന്നും ശരിയുണ്ടെന്നും. ശരി എന്നും നമ്മൾ ശരിയായി തന്നെ അംഗീകരിക്കണം. കൂടെ നിൽക്കുന്ന പല ആളുകളും തെറ്റാണെന്ന് കരുതിയിട്ട് എല്ലാവരും തെറ്റാവണമെന്നില്ലല്ലോ. എൻ്റെ അഭിപ്രായത്തില് ടീച്ചർ നമുക്ക് കേരളത്തിന് കിട്ടിയ ഏറ്റവും നല്ലൊരു ആരോഗ്യമന്ത്രിയും ഏറ്റവും നല്ലൊരു ജനപ്രതിനിധിയുമാണ് എന്ന് നമുക്ക് നിസ്സംശയം ടീച്ചറെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. നമ്മുടെ നാട് നന്നാവുന്നില്ല, നമ്മുടെ നാട്ടിൽ അങ്ങനെയില്ല, നമ്മുടെ നാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ നാട്ടില് ഇങ്ങനെയാണ്, നമ്മുടെ നാട്ടിൽ അതില്ല, നമ്മുടെ നാട്ടിൽ ഇതില്ല എന്ന് നമ്മൾ ഓരോരുത്തരും വിളിച്ചു കൂവുന്നുണ്ട്, അല്ലെ? കിട്ടുന്ന അവസരങ്ങളിലൊക്കെ വിളിച്ചു കൂവുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ കാരണം നമ്മൾ തന്നെയല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അപ്പം ഇവിടെ പോരായ്മയും കൊള്ളരുതായ്മയും ഒക്കെ നടക്കുന്നതിന്റെ കാരണം ഇന്ത്യക്കാർ തന്നെയല്ലേ? അതായത് നമ്മൾ തന്നെയല്ലേ ഓരോരുത്തരെ തെരഞ്ഞെടുക്കുന്നത്? ആണോ? പക്ഷെ നമ്മൾ തന്നെയല്ലേ ഇതിനൊക്കെ കാരണക്കാരി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ നമ്മൾ തെരഞ്ഞെടുക്കുന്ന ആളുകളെ എനിക്ക് പറയാനുള്ളത് കൊടിയുടെ എന്തിനാണ് അത് നോക്കുന്നത് എന്നുള്ളതാണ്. കക്ഷി രാഷ്ട്രീയമൊക്കെ ഓരോ ആൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ നാട് നന്നാവണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ, എനിക്കൊരു രാഷ്ട്രീയമില്ല, എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിനോടും ഒരു അനുഭവവും ഇല്ല. എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു ഒരു കാലത്ത്, അതൊക്കെ ഞാൻ മാറ്റിവെച്ചു. അതൊന്നും ഒരു കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ മാറ്റിവെച്ച ഒരാളാണ് ഞാൻ. വ്യക്തിപരമായിട്ട് എന്താ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ഈ കാര്യത്തിൽ. അപ്പൊ കക്ഷി രാഷ്ട്രീയം നോക്കാതെ നാട് നന്നാവണം എന്നുള്ള രീതിയിൽ നല്ല ആളുകൾക്ക്, അത് ഏത് തൃശ്ശൂരാണെങ്കിലും കണ്ണൂരാണെങ്കിലും വടകരയിലാണെങ്കിലും ആറ്റിങ്ങലാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ആലപ്പുഴയിലാണെങ്കിലും എവിടെയാ കൊല്ലത്താണെങ്കിലും എവിടെയാണെങ്കിലും രാഷ്ട്രീയം നോക്കാതെ നല്ല ആളുകളെ വിജയിപ്പിച്ച് വിടുക. ഒരൊറ്റ ഇലക്ഷനിൽ ചിലപ്പോൾ ഇതുപോലെ നല്ല ആളുകളെ വിജയിപ്പിച്ചു വിട്ടാൽ നന്നാവില്ല, പിന്നെ പോകെ അത് നന്നാവും. ചിലപ്പോൾ നമ്മുടെ നാട് രക്ഷപ്പെടാൻ അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇലക്ഷൻ വർക്കുകൾ ചൂട് പിടിച്ച് വരുന്ന ഈ സമയത്ത് ശൈലജ ടീച്ചർക്കെതിരെ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും, വളരെ വലിയ വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യക്തിഹത്യ, അതായത് വ്യക്തിപരമായിട്ട് ക്രൂശിക്കുക. ടീച്ചറെ പോലെയുള്ള ഒരു നേതാവ് ഒരു പത്രസമ്മേളനത്തിൽ വരികയും താൻ ഒരുപാട് ഇലക്ഷനിൽ നിന്നിട്ടുണ്ട്, ഒരുപാട് തവണ മത്സരിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്, താൻ പരാജയപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും അനുഭവിക്കാത്ത രീതിയിലുള്ള വ്യക്തിഹത്യയാണ്. എനിക്ക് ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ് ടീച്ചറെ പോലുള്ള ഒരു നേതാവിനെ വോട്ട് പിടിക്കാൻ വേണ്ടി ഈ രീതിയിലുള്ള ഒരു ചീപ്പ് ഷോ ഇറക്കേണ്ട കാര്യമില്ല എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതിന് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളവിടെ കണ്ടതിനെയാണ്. ടീച്ചർ ആദ്യം തന്നെ ടീച്ചറാണ് വന്നത് അവിടെ, ശൈലജ ടീച്ചറാണ് വടകരയിൽ നിന്ന്. അതിനുശേഷം അവിടെ പാർട്ടികളിൽ ആളുകളൊക്കെ മാറി, മുരളീധരനെ മാറ്റി ഷാഫി പറമ്പിൽ വരുന്നു, അതൊക്കെ ഓരോ ആളുകളുടെ ഇഷ്ടമാണ്. വടകരയിൽ ടീച്ചർ തോക്കാതിരിക്കുമോ അത് സെക്കൻഡറിയാണ്, ആ ഒരു കാര്യം സെക്കൻഡറിയാണ്. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ ഈ UDF ചിന്താഗതിക്കാരുടെ, അല്ലെങ്കിൽ അവിടെ ശൈലജ ടീച്ചർക്ക് എതിരായി മത്സരിക്കുന്ന അവരുടെ മനസ്സിൽ ടീച്ചർ ജയിച്ചു കഴിഞ്ഞു. കാരണം അത്രയും പരിഭ്രാന്തി ഉണ്ട് അവർക്ക്. അല്ലാതെ ഒരു രീതിയിലും ഈ തരം കാര്യങ്ങൾ ടീച്ചർക്കെതിരെ അവര് അഴിച്ചുവിടില്ല.
അശ്ലീല ചിത്രങ്ങൾ, തലയൊക്കെ വെട്ടി മാറ്റിയിട്ട്. 67-68 വയസ്സുണ്ട് ടീച്ചർക്ക്. നമ്മുടെ എല്ലാവരും വീട്ടിൽ ആ പ്രായത്തിലുള്ള ആളുകളുണ്ട് ഇല്ലേ, സ്ത്രീകൾ. ഒന്ന് ആലോചിച്ച് നോക്കി. ഒന്നും നോക്കണ്ട, ഇത്രയും നല്ലൊരു ആരോഗ്യമന്ത്രിയാണ്, അങ്ങനെയാണ് ഇത് ടീച്ചർ നമുക്ക് വേണ്ടി അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട്, കോവിഡ് നീപ്പ അപ്പൊ ഒക്കെ കൈയിട്ട് വരുന്നുണ്ടെന്നും ചില ആൾക്കാർ പറയുന്നുണ്ട്. അതൊക്കെ വിട്. 67 വയസ്സ് എന്ന ഒരു പ്രായം നമ്മൾ മാനിക്കട്ടെ. ഞാൻ അതാണ് പറയുന്നത്. 67 വയസ്സ് എന്നൊരു പ്രായം നമ്മൾ മാനിക്കണം വേണ്ടി. ടീച്ചർക്കെതിരെ നിരന്തരം ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. ടീച്ചർ തുന്നൽ ടീച്ചറാണ്, തയ്യൽ ടീച്ചറാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. അറിയുന്ന ആൾക്കാർക്ക് അറിയാം ടീച്ചർ ഒരു ഹിസ്റ്ററി ടീച്ചറായിരുന്നു. അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഹൈസ്കൂൾ ടീച്ചറായിരുന്നു. ടീച്ചർക്ക് നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണ് ടീച്ചർ. ഇതേപോലെ ഏത് പാർട്ടിക്കാരനാണോ ഒന്നും ഞാൻ പറയുന്നില്ല, ഒരു പാർട്ടിക്കാരൻ ടീച്ചറിനെ ഇതുപോലെ കളിയാക്കി തയ്യൽ ജോലിക്കാരിയാണെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ ഞാൻ തയ്യൽ ടീച്ചറല്ല, ഞാൻ ഇങ്ങനെ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന ടീച്ചറാണ്, ഹൈസ്കൂൾ ടീച്ചറാണ്, എനിക്ക് എൻ്റെ ക്വാളിഫിക്കേഷൻ ഇതാണ് എന്നൊന്നും ടീച്ചർ പറഞ്ഞില്ല. ടീച്ചർ ചിരിച്ചുകൊണ്ട് ചോദിച്ചെന്താ, തയ്യൽ ടീച്ചർ എന്താ ടീച്ചർ അല്ലേ? അതും ഒരു ടീച്ചറാണ്, ആ ജോലിക്കും അതിൻ്റെതായ മാന്യത ഉണ്ട് എന്ന് മാത്രമാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. വ്യക്തമായിട്ട് രാഷ്ട്രീയം പറഞ്ഞിട്ട് അവർക്ക് എന്ത് തരാൻ കഴിയും, എനിക്കെന്ത് തരാൻ കഴിയും, അവർക്ക് എന്ത് തരാൻ കഴിയില്ല, അതെനിക്ക് തരാൻ കഴിയും എന്നുള്ള രീതിയിൽ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞിട്ട് വ്യക്തമായൊരു സ്റ്റാൻഡിൽ നിന്നിട്ട് വോട്ട് പിടിക്കണം അല്ലേ? അല്ലാതെ സ്വന്തം അമ്മയേക്കാൾ കൂടുതൽ പ്രായമുള്ള സ്ത്രീയെ പല രീതിയിൽ അപമാനിച്ച് പല രീതിയിൽ ക്രൂശിച്ച്, അതായത് കേട്ടാൽ അറക്കുന്ന പിതൃശൂന്യമായ രീതിയിലുള്ള കമന്റുകൾ ഓരോ പോസ്റ്റിനടിയിൽ വന്നിട്ടിട്ട് ഈ രീതിയിലൊക്കെ എന്ത് വോട്ട് പിടിക്കാനാണ്? അങ്ങനെ വോട്ട് പിടിച്ചിട്ട് ജയിച്ചിട്ട് എന്താണ് കാര്യം? എന്തൊക്കെ പറഞ്ഞാലും ടീച്ചറുടെ എതിരാളികൾ തീർത്തും അവിടെ വടകരയിൽ ഭയന്നിട്ട് തന്നെയാണ് ഉള്ളത്. കാരണം ഒരുപാട് സർവേകൾ നമ്മളിവിടെ കണ്ടല്ലോ. സർവേയിലൊന്നും ഒരു കാര്യമില്ലാന്ന് ചില ആൾക്കാരൊക്കെ പറയും. അതൊന്നും അല്ല, സർവേയിലൊക്കെ കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങളൊക്കെ സർവേ വഴി വരുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ശരിയാവാറൊക്കെ ഉണ്ട്. ടീച്ചർ എത്രത്തോളം ശക്തമാണ്, അതായത് വടകര പോലെയുള്ള ഒരു സ്ഥലത്ത്, അതായത് ടി പി ചന്ദ്രശേഖരന്റെ മരണത്തിന് ശേഷം വടകരയിലുള്ള അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾക്കറിയാം. ജയരാജനൊക്കെ നിന്നിട്ട് തോറ്റുപോയ സ്ഥലമാണ് 80,000 വോട്ട് മുരളീധരനോട്, നമുക്കറിയാം. അതേപോലുള്ള ഒരു സ്ഥലത്ത് ടീച്ചർ വന്നപ്പോൾ അവിടെ സൃഷ്ടിക്കാൻ പറ്റിയ ഒരു പ്രകമ്പനം ഉണ്ടല്ലോ, അത് അവിടെ ടീച്ചർക്കെതിരായി നിൽക്കുന്ന പാർട്ടിയിലുള്ള ആളുകൾക്കൊക്കെ മനസ്സിലായി. അത് തന്നെയാണ്, വ്യക്തമാണ് ഈ രീതിയിലുള്ള ഒരു നീക്കങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണെന്നുള്ള കാര്യം നിശംശയം പറയാൻ കഴിയും. ടീച്ചർ സംസാരിച്ചില്ല ചില അഭിമുഖങ്ങൾ, റിപ്പോർട്ടർ ടിവിയിൽ ടീച്ചർ സംസാരിച്ചില്ല ചില അഭിമുഖങ്ങളുടെ ചില ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട്, അതായത് മുസ്ലിം വിരുദ്ധതയാണ് ടീച്ചർ പറയുന്നത്. അത് സി എ ആ കാര്യത്തിനെ കുറിച്ച് കണ്ട് ടീച്ചർ സംസാരിച്ച ഒരു കാര്യങ്ങൾ കട്ട് ചെയ്തിട്ട് ചില ലൈനുകൾ മാത്രം എടുത്തിട്ട് മുസ്ലിം വിരുദ്ധത ആയിട്ട് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുക, അതൊക്കെയാണ്. ഇതൊന്നും ഇല്ലാത്തതല്ല, അതിനെ കുറിച്ചുള്ള ഒരു സംഭവമാണ്. ആ ഒരു ചെറിയൊരു വീഡിയോ ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം, നിങ്ങളതൊന്ന് കണ്ടു നോക്കാം. ഇന്നലെ റിപ്പോർട്ടർ TV സംപ്രേഷണം ചെയ്ത അശ്വമേധത്തിലെ കെ ശൈലജ ടീച്ചറുമായിട്ടുള്ള അഭിമുഖം, വടകരയിലെ LDF സ്ഥാനാർത്ഥിയുമായിട്ടുള്ള അഭിമുഖത്തിലെ ഒരു ഭാഗം അടർത്തിയെടുത്ത് ചില കേന്ദ്രങ്ങൾ തെറ്റായ രീതിയിൽ പ്രചരണം നടത്തിയതും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിലൊരെണ്ണം, ഈ LDF സ്ഥാനാർത്ഥിയെ കെ ശൈലജ മുസ്ലിം വിഭാഗത്തിലുള്ളവരെ മുഴുവൻ വർഗീയവാദികളാണ് എന്ന് അടച്ചാക്ഷേപിക്കുന്നു എന്ന തരത്തിൽ ചില ഭാഗം കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാൻ ഇടയായി. അവരെന്താണ് പ്രചരിപ്പിച്ചത് എന്ന് നമുക്ക് ആദ്യം കാണാം. മുസ്ലിമിലെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരാർക്കെങ്കിലും എതിരൊന്നുമല്ല. എല്ലാറ്റിനകത്തും കുറച്ച് വർഗീയവാദികളൊക്കെ ഉണ്ട്. എന്നാൽ മുസ്ലിം ജനവിഭാഗം ആകെ വർഗീയവാദികളാ. മുസ്ലിം ജനവിഭാഗം ആകെ വർഗീയവാദികളാ എന്ന ചോദ്യചിഹ്നത്തെ മുസ്ലിം ജനവിഭാഗം വർഗീയവാദികളാണ് എന്ന് കെ ശൈലജ ടീച്ചർ പറഞ്ഞു എന്ന് വരുത്തി വ്യാജ പ്രചരണം നടത്തുകയായിരുന്നു ഒരു കൂട്ടർ. അവരോട് നമുക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ യഥാർത്ഥത്തിലുള്ള ഈ ദൃശ്യം ഒന്ന് കാണണം, അതുകൂടി കേൾക്കൂ. മുസ്ലിമിലെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരാർക്കെങ്കിലും എതിരൊന്നുമല്ല. എല്ലാറ്റിനകത്തും കുറച്ച് വർഗീയവാദികളൊക്കെ ഉണ്ട്. എന്നാൽ മുസ്ലിം ജനവിഭാഗം ആകെ വർഗീയവാദികളാണ്. ഞങ്ങൾ ഡൽഹിയിൽ സമരത്തിന് പോയപ്പോൾ അവിടെ ഫാറൂഖ് അബ്ദുള്ള പങ്കെടുത്തിരുന്നു, ജമ്മു കാശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രി. അതെ, ഞങ്ങളുടെ സമരത്തിൽ അഭിവാദ്യം ചെയ്യാൻ അദ്ദേഹം വന്നു. അദ്ദേഹം നടത്തിയൊരു പ്രസംഗമുണ്ട്, എനിക്ക് വളരെ ആവേശം തോന്നി കേട്ടിട്ട്. തുടങ്ങിയത് തന്നെ അയാൾ പറഞ്ഞത്, ഐ എം പ്രൗഡ് ടു സേ ദാറ്റ് ഐ എം എ മുസ്ലിം ബട്ട് ഐ എം നോട്ട് എ പാകിസ്ഥാനി, ഐ എം എൻ ഇന്ത്യൻ മുസ്ലിം. അത് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഫീൽ ഉണ്ടല്ലോ,
ആ മുസ്ലിം ഇന്ത്യൻ പൗരനല്ല എന്ന് പറയാൻ നമുക്ക് അവകാശമില്ലല്ലോ. അതുകൊണ്ട് അതുപോലെ ഹിന്ദു ഇന്ത്യൻ ഹിന്ദുവാണ്, ക്രിസ്ത്യാനി ഇന്ത്യൻ ക്രിസ്ത്യാനിയാണ്. അതിനകത്ത് വേർതിരിവുണ്ടാകരുത് എന്നുള്ളതാണ് പറയുന്നത്. അത് പറയാൻ പോലും കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇത്തരം വർഗീയമായ വ്യാജ പ്രചരണങ്ങളിലൂടെയാണ് മണിപ്പൂരിൻ്റെ സ്വസ്ഥത ചില മനുഷ്യർ കെടുത്തിയത്. സമാനമായ പ്രചരണം ദയവ് ചെയ്ത് കേരളത്തിൽ നിങ്ങൾ നടത്തരുത്. അതിന് റിപ്പോർട്ടർ TV-യുടെ പരിപാടികൾ നിങ്ങൾ ഉപയോഗിക്കുകയും അരുത്. വ്യാജ വാർത്തകളെ കരുതിയിരിക്കണമെന്ന് മാത്രമേ നമ്മൾ പറയാനുള്ളൂ. ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് സ്വതന്ത്രവും നിർഭയമായുമാവണം. അവിടെ വസ്തുതകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നേരിടൂ. ജനങ്ങളും നമ്മളും ഒക്കെ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. വ്യാജ പ്രചരണങ്ങളിലൂടെ നിങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നത് റിപ്പോർട്ടറിൻ്റെ വിശ്വാസ്യതയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. പലതും വന്നിട്ടും കുലുങ്ങിയിട്ടില്ല. പിന്നല്ലേ ഈ വ്യാജ പ്രചരണം? ഒന്ന് പോം പറഹേ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പക്ഷേ നിങ്ങൾ കരുതിയിരിക്കുക, വ്യാജ പ്രചരണങ്ങളെ നേരിടാനും തുറന്നു കാട്ടാനും ഇപ്പോൾ അധിക സമയമൊന്നും വേണ്ട. നിമിഷങ്ങൾ കൊണ്ട് തന്നെ ഇതൊക്കെ എക്സ്പോസ് ചെയ്യപ്പെടും. അതിന് പിന്നിൽ പിന്തുണ ആരെങ്കിലും നൽകുന്നുണ്ടെങ്കിൽ അവർ അതിന് വെച്ചിരിക്കുന്ന വെള്ളം അങ്ങ് വാങ്ങിവെച്ചാൽ മതി എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കണ്ടല്ലേ, ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. പിന്നെ ടീച്ചറുടെ ബോംബ് പ്രതിയോ അങ്ങനെയുള്ള ആരോ ഒരാളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ മോർഫ് ചെയ്ത് മാറ്റിയിട്ട് ചെയ്യാം. ഇതൊക്കെ ഇങ്ങനെ ചെയ്യണം ഇവർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ എതിരായിട്ട് നിൽക്കുന്ന ഈ ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു സെൽഫീസ് ഒക്കെ ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. വ്യാജ ID കാർഡ് മുതൽ എണ്ണിയാൽ തീരാത്ത കുറ്റകൃത്യങ്ങളായിട്ടുള്ള ചെയ്യുന്ന ആളുകളുമായിട്ട് പ്രതികളുമായിട്ട് ഉള്ള സെൽഫിയും കാര്യങ്ങളൊക്കെ ഈ ഷാഫി പറമ്പിലൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ട്. അതൊന്നും അല്ല വിഷയങ്ങളിലൂടെ. ഇവിടെ ടീച്ചറെ എങ്ങനെ വേണമെങ്കിലും അടിച്ചമർത്തുക. അപ്പൊ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. എനിക്കൊരു വ്യക്തിപരമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടികളോടും എനിക്ക് അനുഭവമില്ല. പക്ഷെ വടകരയിലാണ് എനിക്ക് വോട്ടെങ്കിൽ ഞാൻ ശൈല ടീച്ചർക്ക് വോട്ട് ചെയ്യുള്ളൂ. കാരണം അത് വ്യക്തമായി തെളിയിച്ച ഒരാളാണ്. തനിക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ, താൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് ടീച്ചർ വ്യക്തമായി തെളിയിച്ചതാണ്. അതിന് ഈ കേരളത്തിലെ ആരൊക്കെ എതിർത്ത് കഴിഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതിന് വേറൊരു വാക്കില്ല. അത് ടീച്ചർക്കെതിരെ എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനുണ്ടാവില്ല ആർക്കും തന്നെ. ഒരു അഴിമതി കേസും ഒരു കാര്യങ്ങളും ടീച്ചർക്കെതിരെ പറയാനുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ലാണ്ട് എനിക്കിതിൽ വേറെ കാര്യമൊന്നും ഉണ്ടായിട്ടോ ഒരു ലാഭം ഉണ്ടായിട്ടോ അങ്ങനെ ഒരു കാര്യമില്ല എനിക്ക്. പക്ഷെ ടീച്ചറെ പോലുള്ള ഒരാളെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പം എനിക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം തോന്നി. ടീച്ചർ ചെയ്ത നല്ല കാര്യങ്ങൾ വെച്ച് മാത്രമല്ല, 67 വയസ്സ് പ്രായമുള്ള ഒരു ആളാണ് ടീച്ചർ. അപ്പൊ അവർക്കെതിരെയൊക്കെ പറയുമ്പോൾ കുറച്ച് മര്യാദ ഉപയോഗിക്കാം. കാരണം നമ്മൾ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ അച്ഛനോ അമ്മയോടും പെരുമാറുന്നത് ആ രീതിയിലുള്ള മര്യാദകൾ അങ്ങനെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് കൊടുക്കാം. വീട്ടിൽ അങ്ങനെ കൊടുക്കുന്ന ആളുകളാണെങ്കിൽ അത് പുറത്തു പോകുമ്പോൾ മറ്റൊരാളായിട്ട് കാണുമ്പോഴും കൊടുക്കാൻ പറ്റും. വീട്ടിൽ പിന്നെ മറ്റൊരു രീതിയിലാണെങ്കിൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അതേപോലെ നമ്മൾ അങ്ങനെ നമുക്ക് പെരുമാറാൻ പറ്റുള്ളൂ മറ്റുള്ള ആളുകളോട്. ഇപ്പൊ ഇതിനെക്കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. 26-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് വെച്ചാൽ ചിഹ്നങ്ങൾ നോക്കേണ്ട കാര്യങ്ങളില്ല, വ്യക്തികളെ നോക്കുക. നിങ്ങളുടെ നാടിന് നല്ല ഒരു സംഭവം ഇന്ന ആളെ ജയിച്ച് വന്നു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ള ഉറപ്പായിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യാൻ ശ്രമിക്കുക. നല്ല നല്ല ആളുകളെ വിജയിപ്പിച്ചിട്ട് ലോക്സഭയിലേക്ക് വിടുക. നമ്മുടെ കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ ആർജവമുള്ള, കഴിവുള്ള, അല്ലെങ്കിൽ സംസാരിച്ച് എന്തെങ്കിലും കേരളത്തിന് വേണ്ടി ചെയ്തു തരാൻ പറ്റുന്ന ആളുകളെ വിജയിപ്പിച്ച് വിടാൻ ശ്രമിക്കുക. കടലാസിൽ പേപ്പറിൽ മാത്രമുള്ള ആളുകളും പേപ്പറിൽ മാത്രം പേരും പ്രശസ്തിയും പഞ്ചുമുള്ള ആൾക്കാരെ തടയാൻ ശ്രമിക്കുക. നല്ല നല്ല ആൾക്കാരെ ജയിപ്പിച്ച് വിട്ടിട്ട് നമ്മുടെ കേരളത്തിന് മുന്നോട്ട് നല്ല രീതിയിലുള്ള വികസനങ്ങൾ ഉണ്ടാവാനുള്ള രീതിയിലുള്ള ആളുകളെ തെരഞ്ഞെടുത്തിട്ട് എല്ലാവരും അവരവരുടെ വോട്ട് രേഖപ്പെടുത്തണമെന്ന ഒരു റിക്വസ്റ്റ് മാത്രമാണ്. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായി വീണ്ടും വരാം. അതുവരെയും ഇറ്റ്സ് മീ അഭിഷേക് സൈനിങ് ഔട്ട്.